परमेश्वर के नाम की महिमा हो। കർത്താവ് നമ്മളെ ഇത്രത്തോളം ഇവിടെ കൊണ്ടുവന്നു. ഞാൻ ഇന്ന് പ്രതീക്ഷിച്ചല്ല ഞാനിവിടെ വരുമെന്ന്. കാരണം ശാരീരികമായി യാത്രകൾക്ക് ശേഷം വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. എൻ്റെ സിക്നസ് മോഷൻ ആയതുകൊണ്ട് ഞാൻ വരുമെന്ന് പ്രതീക്ഷിച്ചല്ല. പക്ഷേ സന്യങ്ങളോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാനിവിടെ വരുവാനും പ്രത്യേകിച്ചും ദേവദാസന്മാർ സഭാ ശുശ്രൂഷന്മാർ ഈ അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. मैंने कभी सोचा नहीं कि इस प्रकार इस कलीसिया में आज मैं आने पाऊंगा, क्योंकि काफ़ी यात्राएं थी इन दिनों में और शारीरिक रूप से मैं अस्वस्थ था। लेकिन इस प्रकार परमेश्वर ने मुझे मौका दिया और यहाँ पर आपके साथ आराधना में भाग लेने के लिए और इस प्रकार वचन के साथ भी खड़े होने के लिए आपने जो परमेश्वर ने अवसर दिया उसके लिए परमेश्वर का धन्यवादित हूँ। हम मिलकर परमेश्वर के सम्मुख में रहें। ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഓർപ്പിക്കാം. എനിക്ക് തോന്നുന്നത് ഞാൻ കുറേ ബുക്സ് ഇങ്ങനെ എഴുതും വചനം കിട്ടുന്ന. അപ്പം ചില ബുക്സിൽ ഇപ്പോൾ ഈ ബുക്കിൽ ഞാൻ ചില പ്രത്യേക കാര്യം എഴുതും, ചില പ്രത്യേക. അപ്പം ഞാൻ ഓർത്ത് അത് എടുത്തില്ലെന്ന്. അതുകൊണ്ട് मैं कुछ किताबों में कुछ बातें जब पढ़ता हूँ तो लिख देता हूँ, और इस किताब में मैंने लिखा है, मैंने सोचा कि मैं ये लेके नहीं आया, लेकिन परमेश्वर की दया से आज ये मेरे हाथ में है। 2010 വർഷത്തിലാണ് ഞാൻ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുകയും ആത്മസ്നാനം പ്രാപിക്കുകയും ജലത്തിൽ വെള്ളത്തിൽ കർത്താവിനെ സാക്ഷീകരിച്ചതിന് ശേഷം 15 വർഷമായി ഞാൻ ഭാരതത്തോടെ യുവാക്കളുടെ ഇടയിൽ, പ്രത്യേകിച്ചും യൗവനക്കാരുടെ ഇടയിൽ അവരഭിമുഖീകരിക്കുന്ന സാഹചര്യങ്ങളും അവരോടുള്ള ബന്ധത്തിൽ ഒരു ഭാരം ദൈവം എൻ്റെ ഉള്ളിൽ തന്നത്. 2010 में मैंने परमेश्वर को अपने उद्धारकर्ता के रूप में स्वीकार किया और जल में बपतिस्मा लिया, और लगभग 15 साल से मेरे हृदय में ये भार था, विशेष तौर पर जवान लोगों के लिए, युवा लोगों के लिए, उनकी जो समस्याएं हैं व्यक्तिगत तौर पर उस विषय में मेरे जीवन में भार था। उनके साथ मिलकर मैं कार्य करता आ रहा हूँ. ഞാൻ ദൈവവചനവുമായിട്ട് ആന്ധ്ര, ഒറീസ, ഛത്തീസ്ഗഡ്, ബോംബെയിലെ പല പ്രദേശങ്ങൾ, കേരളത്തിലെ പല ഭാഗങ്ങളിലൊക്കെയും ദൈവവചനവുമായിട്ട് ചെല്ലുവാനും യുവാക്കളുമായിട്ട് സംസാരിക്കുവാനും ഒക്കെയും പല സാഹചര്യങ്ങളിൽ ദൈവം എനിക്ക് അനുവദിച്ചു. आंध्रा में, उड़ीसा में, छत्तीसगढ़ में, मुंबई में, अलग अलग जगहों में परमेश्वर के वचन के साथ, जवान लोगों के साथ समय बिताने के लिए, वचन के साथ रहने के लिए परमेश्वर ने अवसर दिया. ഇവിടെ എല്ലാം ഞാൻ കണ്ട ഒരു കാര്യം, അവരെന്നോട് സംസാരിച്ച യുവാക്കൾ എന്നോട് സംസാരിച്ച ഒരു പ്രത്യേക കാര്യം ഇതാണ്: പാപത്തിൽ നിന്നൊരു സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുന്നില്ല. इन सभी जगहों में इन जो जवानों ने मुझसे बातचीत की, वो एक लफ्ज में उन्होंने ये कहा कि पाप से एक स्वतंत्रता हमें नहीं मिल पा रही है. ഇത് എൻ്റെ ഹൃദയത്തെ വളരെയധികം ചിന്താകുലനാക്കി. ये मेरे हृदय में काफी ज्यादा उसके बारे में सोचने के लिए मुझे मजबूर किया. അവർ പറയുമ്പോഴും അവരിങ്ങനെ എന്നോട് ചോദിക്കുമ്പോഴും എൻ്റെ ഉള്ളത്തിൽ ദൈവാത്മാവ് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, നീ സ്വതന്ത്രനാണോ? जब वे मुझसे इस प्रकार के सवाल करते थे तो मेरे दिल में इस प्रकार से सवाल आता था कि क्या मैं खुद स्वतंत्र हूँ? ഞാൻ സ്വതന്ത്രം പ്രാപിക്കാതെ ഞാൻ അവരോട് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. मैं अगर खुद स्वतंत्रता पाए बगैर उनसे अगर मैं बात करूं तो उसमें कुछ फायदा नहीं. ഇതിനെക്കുറിച്ച് ഏകദേശം ഒരു 10 വർഷങ്ങളായി ഞാൻ പഠിക്കുവാനും വചനത്തിന്റെ ആഴമായിട്ട് ചിന്തിക്കുവാനും ഒക്കെയും ദൈവാത്മാവ് എന്നെ സഹായിച്ചു. और इस विषय में पिछले 10 साल से उसके बारे में पढ़ने के लिए और काफी गहरे तौर पर वचन से मनन करने के लिए परमेश्वर ने सहायता की. ഇത് ഒരു നമ്മൾ കാണുന്ന ഒരു ലോകത്തിൽ നടക്കുന്നതല്ല എന്നും ആത്മീക ലോകത്തിൽ നടക്കുന്ന ഒരു കാര്യമാണെന്നും നമ്മൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണെന്നും ആരും കാണാതെയാണെന്നുമുള്ള ചില സത്യങ്ങൾ എനിക്ക് പാപത്തോടുള്ള ബന്ധത്തിൽ മനസ്സിലായി. इस पाप के विषय में एक बात मैंने समझ लिया, ये ऐसी बात है जो हम प्रत्यक्ष रूप में अपने आंखों से नहीं देख पाते हैं, ये आत्मिक हमारे उस तौर पर होने वाली बातें हैं, इसलिए हम अपनी आंखों से इन बातों को कभी देख नहीं सकते हैं. അപ്പം ഇതിനെക്കുറിച്ച് പഠിക്കുവാൻ ദൈവാത്മാവ് എൻ്റെ ഉള്ളങ്ങളിലേക്ക് ഒരു ആത്മഭാരം തന്നപ്പോൾ ഞാൻ വചനവുമായിട്ട് ദൈവം മുൻപാകെ ചെല്ലുകയായിരുന്നു. और इस विषय को पढ़ने के लिए जो भार मेरी आत्मा में परमेश्वर ने दिया, इसलिए मैं उस वचन की गहराई की ओर गया. അതുകൊണ്ടാണ് ഞാൻ യുവാക്കളോട് അവർ മനസ്സിലാക്കണമെന്ന് ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നത്. और इसीलिए ये जवान लोग इस बात को समझें, ये मेरी बहुत बड़ी इच्छा है. ഏത് പാപത്തിന്റെ പ്രശ്നത്തിനും ദൈവത്തിന് ചൂണ്ടിക്കാണിക്കാനുള്ളത് കാൽവറി ക്രൂശാണ്. पाप की किसी भी तरह की समस्या परमेश्वर हमारी जो दृष्टि उस क्रूस की ओर लेकर जाता है.
കാൽവരി ക്രൂശിൽ കർത്താവായ യേശു ക്രിസ്തു പെടഞ്ഞു മരിച്ച് ശാരീരികമായി എല്ലാം കഷ്ടപ്പാടുകൾ അനുഭവിച്ചത് മാത്രമാണ് ലോകം കാണുന്നത്. ये संसार जो देखता है परमेश्वर प्रभु यीशु मसीह किस प्रकार शारीरिक तौर पर जो दुख मुसीबत और जो तड़प उसकी हुई, उन बातों को ही संसार देख पाता है. എന്നാൽ ലോകം കാണാത്തൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ഇടാൻ ആഗ്രഹിക്കുന്നത്. लेकिन जो ये संसार नहीं देख पाती है, उस बात को पवित्र आत्मा हमारे हृदयों में डालना चाहती है. ഇത് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ വളരെ ആഴത്തിൽ പഠിച്ചതുകൊണ്ട് ഈ ഒരു പുസ്തകത്തിൽ നിന്നും അനേക വോള്യൂംസ് ഓഫ് ബുക്ക് അവര് എഴുതുകയും പഠിക്കുകയും, ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ ജെയിൻ ഡാർബി, നമ്മുടെ ബ്രദറൻ മൂവ്മെന്റ് ഒക്കെയും സ്ഥാപിക്കാൻ വളരെ ആണിക്കല്ലായ ആളുകള് അവർ എഴുതിയ പുസ്തകങ്ങൾ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ടും തീരുന്നില്ല. അത്രമാത്രം പുസ്തകങ്ങൾ അവർ എഴുതണമെങ്കിൽ ഈ വചനത്തിൽ ഇത്രമാത്രം സത്യമുണ്ടോ എന്ന് നമ്മൾ ശോധന ചെയ്യും. हमारे जो पूर्वज थे जैन डार्बी और ये लोग थे, बहुत सारी बातें वचन की गहराई से उन्होंने मनन किया, उनकी पढ़ाई की और बहुत सारी बातें उस विषय में गहराई से उन्होंने व्यक्त किया है. इतना सब कुछ इस वचन के विषय में अगर उन्हें लिखना है तो कितना तक गहराई से इस वचन के विषय में उन्होंने पढ़ा होगा. ഒരു വാക്യം ഞാൻ കുറിവാക്യമായിട്ട് വായിച്ചോട്ടെ. ഗലാത്യ ലേഖനം, നമുക്ക് ഏറ്റവും സുപരിചിതമായ വാക്യമാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. एक पद हम पढ़ेंगे इसके विषय में, हम बहुत ही परिचित पद है, 2रा अध्याय और उसका 2:20. 20वां पद. गलातियों की पत्री उसका 2रा अध्याय और उसका 20वां पद. मैं मसीह के साथ क्रूस पर चढ़ाया गया हूं और अब मैं जीवित ना रहा पर मसीह मुझ में जीवित है, और मैं शरीर में अब जो जीवित हूं वो केवल उस विश्वास से जीवित हूं जो परमेश्वर के पुत्र पर है, जिसने मुझसे प्रेम किया और मेरे लिए अपने आप को दे दिया. ആമേൻ. आमीन. ഈ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. हम सब इस वाक्य को जानते हैं. എന്നാൽ ഈ വാക്യം ഒരു ദിവസം നടന്ന ഒരു കാര്യത്തെ അല്ല കാണിക്കുന്നത്. ये जो पद है किसी विशेष दिन में जो बात घटना हुई है उस विषय को नहीं दिखाता है. ഗലാത്യരോട് ഇത് പറയുമ്പോൾ 3-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ ക്രൂശ് മറന്നുപോയ ഒരു ഗലാത്യരെ കണ്ടിട്ട് പൗലോസ് അപ്പോസ്തലൻ വിസ്മയിച്ച് ചോദിക്കുകയാണ്, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രൂശിനെ മനസ്സിലാക്കാത്ത ആളുകളെ പൗലോസ് സംബോധന ചെയ്തത് ബുദ്ധിയില്ലാത്തവരെന്ന് പറഞ്ഞു. और जब पौलुस गलातियों को इस प्रकार से लिखता है, वो कहता है कि तुम क्रूस को भूल गए हो, उस प्रकार के लोग हो, तुम्हारी बुद्धि भ्रष्ट हो चुकी है और तुम क्रूस के विषय में भूल चुके हो. ക്രിസ്തുവിനോടുകൂടെ ഞാൻ ക്രൂശിക്കപ്പെട്ടു, ഇനി ജീവിക്കുന്നത് ഞാനല്ല എന്ന് പറഞ്ഞാൽ നമ്മളിൽ എത്ര പേർക്ക് അത് ഇപ്പോഴും ലിവിങ് ആണ്? അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഞാനാണോ ജീവിച്ചത്, കർത്താവാണോ ജീവിച്ചത് എന്നുള്ള ഒരു ആത്മപരിശോധന നമ്മളിൽ നടന്നു? मैं मसीह के साथ क्रूस पर चढ़ाया गया हूं, अब मैं जीवित ना रहा. इस पद को जब हम पढ़ते हैं तो आज सुबह हम अपने आप को देखें, क्या मैं जीवित था या प्रभु यीशु मसीह मुझ में जीवित था. ഇവിടെ ആ വാക്യം കണ്ടിന്യൂ ചെയ്യുമ്പോൾ, the life which I now live in the flesh I live by faith in the Son of God. ഞാൻ ഈ ലോകത്തിൽ ജീവിക്കുന്നതിന്റെ ജീവിതം അത് ഞാനല്ല, ക്രിസ്തുവിന്റെ ലൈഫ് എന്റെ ആത്മാവിൽ ജീവിക്കുന്നതാണ് ഈ വചനം പറയുന്നത്. उसमें आगे इस प्रकार लिखा है, और मैं शरीर में अब जो जीवित हूं तो केवल उस विश्वास से जीवित हूं जो परमेश्वर के पुत्र पर है, मैं अपने आप से जीवित नहीं हूं. അപ്പം കർത്താവിന്റെ ഈ ലൈഫ് നമ്മുടെ ആത്മാവിൽ വരണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. तो मसीह का ये जो जीवन है वो हमारी आत्मा में आना चाहिए, ये परमेश्वर की आत्मा हमसे चाहता है. എന്നാൽ നമ്മൾ ഇത് നടക്കുന്നില്ല. लेकिन ये हमारे जीवन में अनुभवित ഞാൻ नहीं നമ്മൾ എന്ന് होता. പറയുമ്പോൾ ഞാൻ എന്നെ തന്നെയാ സൂചിപ്പിക്കുന്നത്. जब मैं हम कहता हूं वो मुझको भी उसमें सम्मिलित है. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാത്തത് കൊണ്ടാണ് സഹോദരങ്ങളെ ക്രിസ്തുവിന്റെ ലൈഫ് നമ്മളിൽ വെളിപ്പെടാത്തത്. मसीह के साथ हम क्रूस पर नहीं चढ़ाए गए हैं, इसीलिए उसका जीवन हमारे जीवन से व्यक्त नहीं हो पाता. അപ്പം ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക നമ്മളൊക്കെയും പരിചിതരാണ്. എന്നാൽ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടാൽ ആ ലോകം കാണുന്ന ക്രൂശ് അല്ല ഇവിടെ പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട പിന്നെ എനിക്ക് മനസ്സിലാകുന്ന ഒരു സത്യം എന്ന് വെച്ചാൽ കർത്താവിന് ജീവിക്കാൻ ഞാനാണ് തടസ്സം. प्रभु यीशु मसीह के साथ क्रूस पर चढ़ना उसका मतलब इस संसार जो देखता है उस प्रकार आक्षरिक तौर पर क्रूस पर चढ़ना नहीं, बल्कि परमेश्वर मुझ में जीवित रहने में अगर कुछ समस्या है, कुछ उसमें समस्या है, वो मैं खुद हूं. അത് നമ്മുടെ ആത്മാവിൽ മനസ്സിലാക്കുമ്പോൾ ആ നിമിഷം തൊട്ട് നമ്മളെ വെറുക്കാൻ തുടങ്ങും. കാരണം കർത്താവ് മാത്രമേ 33.5 കൊല്ലം
പാപമല്ലാത്ത ജീവിതം ജീവിച്ച് ഈ കർത്താവിന് എൻ്റെ ലൈഫിൽ ജീവിക്കണമെങ്കിൽ ഞാനൊരു തടസ്സമാണെന്ന് അറിയുമ്പോഴാണ് നമുക്ക് നമ്മളെ വെറുക്കുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തുടങ്ങുന്നത്. परमेश्वर मुझ में जीना चाहता है और उस प्रकार क्रूस पर चढ़ने का जो अनुभव परमेश्वर हमारे जीवन से चाहता है और उसके लिए सबसे बड़ी रुकावट मैं खुद हूं. इस बात को जब मैं अनुभव करता हूं तो मुझे मुझसे घृणा होने लगती है. അപ്പൊ ആദ്യത്തെ ആ ഭാഗം ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് മാത്രം ചിന്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. उसका जो पहला भाग मैं मसीह के साथ क्रूस पर चढ़ाया गया, केवल इसी बात को हम थोड़ा मनन करना चाहते നമുക്ക് हैं. എല്ലാ വാക്യവും വായിക്കാൻ സമയമില്ല. എന്നാൽ വളരെ വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. റോമാലേഖനം പഠിക്കുന്ന നമ്മൾ റോമാലേഖനത്തിന്റെ ആദ്യത്തെ 2 ഭാഗം മാത്രം, റോമാലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 5-ാം അധ്യായം 11-ാം വാക്യം വരെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. ഈ ഒരു സെക്ഷൻ പാപങ്ങളെ കുറിച്ചാണ് ഡീൽ ചെയ്യുന്നത്. हम रोमियो की पत्री पढ़ते हैं, उसमें उसका पहला अध्याय से लेकर 5वें अध्याय 11वें पद तक हम पाप के विषय में पढ़ते हैं. പാപങ്ങൾ, पापों के विषय में पढ़ते हैं. ഇത് ഏകവചനം അല്ലെ ഇത് ബഹുവചനം? ये एक वचन नहीं, ये बहुवचन है. നമുക്ക് റോമാലേഖനം 3:25 വായിക്കാം. उसका एक पद हम पढ़ेंगे, रोमियो की पत्री 3रा अध्याय और उसका 25वां पद. इस प्रकार पढ़ते हैं, उसे परमेश्वर ने उसके लहू के कारण एक ऐसा प्रायश्चित ठहराया जो विश्वास करने से कार्यकारी होता है कि जो पाप पहले किए गए और जिन पर परमेश्वर ने अपनी सहनशीलता के कारण ध्यान नहीं दिया, उनके विषय में वह अपनी धार्मिकता प्रकट करे. ഇവിടെ നമ്മൾ ഇംഗ്ലീഷിൽ സിൻസ് ദാറ്റ് വർ പ്രീവിയസ്ലി കമ്മിറ്റഡ്, പാപങ്ങൾ എന്ന് പറയുന്ന ഒരു വിഷയത്തെ ഇവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നു. वहां पे पापों के विषय में पौलुस उनको परिचित करता है. 4:7 നമ്മൾ വായിച്ചാൽ 4था अध्याय 7वां पद और पढ़ेंगे. Blessed are those whose lawless deeds are forgiven and whose sins are covered. धन्य है वे जिनके अधर्म क्षमा हुए और जिनके पाप, यहाँ पर लिखा है, जिनके पापों को परमेश्वर ने ढांप दिया. പാപത്തെ കുറിച്ച് പറയുന്നില്ലെന്നല്ല ഞാൻ പറഞ്ഞ, പാപങ്ങൾ എന്ന് പറയുമ്പോൾ there is something Paul is trying to tell. जब पौलुस पापों के विषय में कहता है तो विशेष तौर पर कुछ बात को व्यक्त करना चाहता है. 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം തൊട്ട് 8:39 വരെ പാപം മാത്രമാണ് പറയുന്നത്. 5वें अध्याय उसके 12वें पद से लेकर 8वें अध्याय 39वें पद तक पाप के विषय में केवल पौलुस कहता है. അതില് ഏകദേശം ഇത്രയും 5:12 തൊട്ട് 8:39 വരെയുള്ള വളരെ 3 അധ്യായത്തിൽ ചുരുങ്ങിയ അധ്യായത്തിൽ ഏകദേശം 12 തൊട്ട് 13 പ്രാവശ്യം പാപം മാത്രം പറയുന്നു. इन अध्यायों में, केवल 2-3 अध्यायों में 12 से 13 बार इस पाप के विषय में विशेष तौर पर बताया गया. 5:12, 13, 21, 6:1, 2, 11 തൊട്ട് 18, 20-ാം വാക്യം, റോമാലേഖനം 7:7, 8, 9, 11, 13, 16. ഇതൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ വളരെയധികം സൂക്ഷ്മമായി ഇത് പഠിക്കുന്ന ഒരാളായതുകൊണ്ട്, എന്തുകൊണ്ടാണ് പൗലൂസ് ഈ വാക്യങ്ങൾ സിൻസും സിന്നിനെ കുറിച്ച് മാത്രം പറയാനായിട്ട് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം? रोमियो की पत्री 5वां अध्याय 12, 13, 21वां पद, 6ठा अध्याय 1, 2, 11 से 18, 20वां पद, 7वां अध्याय 7, 8, 9, 11, 13, 14, इन सभी पदों में हम इस पाप के विषय में पढ़ता है. क्यों पौलुस इस पापों के विषय में और पाप के विषय में विशेष तौर पर इन अध्यायों में बताता है? इस विषय को मैं थोड़ा बताना चाहता हूं. പാപങ്ങൾ എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. पापों के विषय में जब हम समझते हैं, हमारे जीवन में हम हर दिन उस पापों को करते रहते हैं. എന്നാൽ ഈ കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം പാപം എന്നൊരു തത്വം നമ്മളിൽ കിടക്കുന്നുണ്ട്. हम पापों को इसलिए करते रहते हैं क्योंकि पाप जो चीज है वो हमारे अंदर है. ഈ പാപം എന്ന് പറഞ്ഞ തത്വത്തെ തന്നെ ദൈവം ഇല്ലാതാക്കിയാൽ പിന്നെ അവിടെ നിന്നൊന്നും വരത്തില്ല. കാരണം ആ ഫാക്ടറി, ഇപ്പം നമുക്കറിയാം കള്ള് ഷോപ്പ്, ബാറിലൊക്കെയും ഇത്രയും വലിയ ക്യൂവും ഇത്രയും വലിയ കാര്യങ്ങളും കാരണം ആ ഔട്ട്ലെറ്റ് അല്ല പ്രധാനം. ഈ ഔട്ട്ലെറ്റിൽ ഉണ്ടാക്കാൻ ഏറ്റവും മെയിൻ ഫാക്ടറി ആണ്. ആ ഫാക്ടറി ഇല്ലാതായാൽ ഈ ഔട്ട്ലെറ്റ് എല്ലാം നിൽക്കും. ये पाप इसलिए होता है क्योंकि उसका जो तत्व है वो चीज हमारे अंदर है. अगर हम इस संसार में इस प्रकार फैक्ट्री देखते हैं, मेन जहां पर ये चीजें बनती हैं, अगर नहीं रहे तो फिर वो दुकानों में चीजें नहीं आएंगी. അപ്പം ആ തത്വത്തെ ഇല്ലാതാക്കുക എന്നതാ ക്രൂശ് ചെയ്യുന്നത്. और काल्वरी क्रूस जो करती है वो इस बात को देखता है, उस चीज को, पाप को वो
पूर्ण रूप से नाश कर देता है। അപ്പം ക്രൂശിൽ നടന്ന അനേക കാര്യങ്ങളുണ്ട്, എന്നാൽ രണ്ട് പ്രത്യേക കാര്യങ്ങൾ ഇത് കാണിക്കുന്നു. പാപത്തെ ദൈവം എങ്ങനെ ഡീൽ ചെയ്തു, പാപങ്ങളെ ദൈവം എങ്ങനെ ഡീൽ ചെയ്യുന്നു. क्रूस में अनेक बातों को हम देखते हैं जो वहां पे हुआ, लेकिन पापों के विषय में और पाप के विषय में क्रूस कुछ बातों को बताता है। പാപങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു പാപിക്ക് ക്ഷമ വേണം. पापों के विषय में एक पापी की जरूरत, उसमें क्षमा मिलना जरूरी है। എന്നാൽ പാപം എന്ന തത്വത്തോടുള്ള ബന്ധത്തിൽ ഒരു പാപിക്ക് വിടുതൽ വേണം. लेकिन पाप जो उसमें जो तत्व है, अपने आप में जो चीज जो अंदर है, उससे उसमें उसको छुटकारा जरूरी है। എങ്ങനെയാണ് കർത്താവിന്റെ ക്രൂശ് ഇത് രണ്ടും ഡീൽ ചെയ്യുന്നത്? काल्वरी क्रूस किस प्रकार इन दोनों विषयों में किस प्रकार से बात करती है? അപ്പം പാപങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ഫൊർഗീവ്നെസ് വേണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി ശുദ്ധീകരിക്കുന്നു എന്ന് 1 യോഹന്നാൻ 1-ന്റെ 9, 10, 11 വാക്യങ്ങൾ നമ്മൾ വായിക്കും. जिस प्रकार हम पहले यूहन्ना में पढ़ते हैं, परमेश्वर प्रभु यीशु मसीह का जो विशुद्ध रक्त है वो हमें सभी पापों से छुटकारा और उससे जो हमको छुटकारा देता है, उस विषय को हम पढ़ते हैं। അവിടെ 1 യോഹന്നാൻ 1-ൽ ഒരു പ്രത്യേക പദം മാത്രം എനിക്ക് ചൂണ്ടിക്കാണിക്കും. 1 യോഹന്നാൻ 1 उस पद को हम पढ़ेंगे, उसमें एक विशेष शब्द हम पढ़ते हैं। पहला यूहन्ना 1-ന്റെ 9 വാക്യം. उसका 9वां पद, जो कोई ये कहता है कि मैं ज्योति में हूं और अपने भाई से, അല്ല, അതിന്റെ 1-ന്റെ 7 വാക്യം, സോറി, 1:7. है प्रियो, मैं तुम्हें कोई नई आज्ञा नहीं लिखता, पर वही पुरानी आज्ञा जो आरंभ से तुम्हें मिली है। ये पुरानी आज्ञा वह वचन है जिसे तुमने सुना है। ഓക്കെ, ഇവിടെ കണ്ടോ, അവിടെ വായിക്കുന്ന 7-ന്റെ ലാസ്റ്റ്, ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹിസ് സൺ ക്ലെൻസസ് us ഫ്രം ഓൾ സിൻ. प्रभु यीशु मसीह का जो रक्त है वो हमें सभी पापों से छुटकारा देता है। എന്നാൽ ജെയിൻ റാബി ട്രാൻസ്ലേഷനിൽ പറയും 1:7, 1 John chapter 1:7. അപ്പം ജെയിൻ റാബി ട്രാൻസ്ലേഷൻ എന്നെ അത്ഭുതപ്പെടുത്തി. जेन डार्बी का जो ट्रांसलेशन है वो मुझे आश्चर्यचकित किया। കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ ഓരോ പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുന്നു. എവറി സിൻ ആൻഡ് ഓൾ സിൻ ഹാസ് ഡിഫറൻസ്. और परमेश्वर के जो प्रभु यीशु मसीह का जो खून है उसने मुझे मेरे सभी पापों से छुटकारा दिया। सभी पाप और हर एक पाप में थोड़ी बदलाव है। സകല പാപം എന്ന് പറയുമ്പോൾ ജനറൽ ആയിട്ട് പറയുക. सभी पाप का मतलब है वो साधारण रूप में कहा जाता है। എന്നാൽ എവറി സിൻ എന്ന് പറയുമ്പോൾ ഓരോ പാപം ഓരോ വിശ്വാസി ചെയ്യുമ്പോൾ ആ പാപത്തിനുള്ള ഫൊർഗീവ്നെസ് ആ സമയത്ത് ആ പാപി ക്രൂശിൽ കാണുമോ? लेकिन हर एक पाप के विषय में जब हम पढ़ते हैं, हर एक विश्वासी उस हर एक पाप का जो छुटकारा उस क्रूस में देख पाता है। അപ്പം നമ്മുടെ എല്ലാ കർത്താവേ നീ എന്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചല്ലോ എന്ന് പറഞ്ഞു പോകാനല്ല, കർത്താവേ എന്റെ ഈ പാപത്തിനു വേണ്ടി നീ മരിച്ചു എന്ന വ്യക്തിപരമായ ബോധ്യം പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളങ്ങളിൽ ഇടുമ്പോഴാണ് ആ ക്രൂശ് എനിക്ക് ലിവിംഗ് ആയി വരുന്നത്. परमेश्वर ने मेरे सभी पापों से मुझे छुटकारा दिया, वो विषय साधारण है, लेकिन विशेष तौर पर मेरे इस पाप के लिए, हर एक पाप के लिए उस क्रूस पे छुटकारा है, वो परमेश्वर के समीप मुझे और लेकर आता है। കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം നമുക്ക് പിതാവിൽ നിന്നും ഫൊർഗീവ്നെസ് ആയി കിട്ടിയത്. प्रभु यीशु मसीह की जो मृत्यु है उस पिता से हमें माफी मिली है। എന്നാൽ കർത്താവിന്റെ പുനരുത്ഥാനം നമുക്ക് ഡെലിവറൻസ് ആയി കിട്ടിയ, നമുക്ക് വിടുതലായി കിട്ടിയ. लेकिन प्रभु यीशु मसीह के पुनरुत्थान से हमें उस छुटकारे को मिला है और उससे हमको बचाव मिला है। അപ്പൊ എന്താണ് ഈ രണ്ട് കാര്യങ്ങളും? ये दो बातें क्या है? നമുക്ക് ഈ ക്രൂശിനെ കുറച്ചുകൂടി ആഴമായിട്ട് പഠിക്കണ്ടേ? इस क्रूस के विषय में थोड़ी और गहराई से क्या हमें नहीं पढ़ना? കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചപ്പോൾ എന്റെ ഓരോ പാപവും, നമ്മൾ ഇന്ന് തന്നെ നമ്മൾ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ കർത്താവിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്, അല്ലേ? आज भी जब हम परमेश्वर के मेज से भाग लिए, परमेश्वर की उस यादगारी में हमने किया। എന്നാൽ ഞാൻ ഓർക്കാം, എൻ്റെ ബൈബിൾ പൈലറ്റ് ബുക്ക് എന്ന് പറയുമ്പം കർത്താവിന്റെ വേർഡ്സ് എല്ലാം റെഡിൽ എഴുതിയേക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ 1 കൊരിന്ത്യരുടെ അധ്യായത്തിൽ എവിടെയും റെഡ് കളർ ഇല്ല. എന്നാൽ 1 കൊരിന്ത്യർ 11 അധ്യായത്തിന്റെ 26 തൊട്ടുള്ള നമ്മൾ വായിച്ച വേദഭാഗ്യത്തിൽ റെഡ് കളർ കൊണ്ട് എഴുതി. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പൗലോസ് പറയുകയാണ് കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ എന്ന് പറഞ്ഞിട്ട് പൗലോസിന്റെ വാക്കുകളല്ല, പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്ന കർത്താവിന്റെ വാക്കുകളാണ്. ഞാൻ അപ്പൊ ചിന്തിച്ചു പോയി, കർത്താവ് ആ സമയത്ത് അപ്പം നുറുക്കിയപ്പോൾ പൗലോസ് അവിടെ ഉണ്ടെന്ന് പൗലോസ് കണ്ടു.
और मेरे बाइबल में जो भी प्रभु यीशु मसीह के कथन है वो सब लाल शब्दों में लिखा हुआ है। और कुरिन्थ की उस पत्री में देखा, वहां पे केवल 11वें अध्याय में पूरा लाल मैं देखता हूं। उस प्रकार से जब पौलुस कहता है वो खुद परमेश्वर के वचन के रूप में वो अंगीकार करता है, परमेश्वर खुद उन बातों को लिखता है। പൗലോസ് അവിടെ 1 കൊരിന്ത്യർ 11:24 പറയുക, ടേക്ക് ഈറ്റ്, ദിസ് ഇസ് മൈ ബോഡി വിച്ച് ഇസ് ബ്രോക്കൺ ഫോർ യു, യു ഡു ദിസ് ഇൻ റിമെമ്പറൻസ് ഓഫ് മീ. ഇങ്ങനെ പൗലോസ് പറയുമ്പോൾ പൗലോസ് മനസ്സിലാക്കുന്ന ഒരു സത്യവാ, കർത്താവ് അപ്പം നുറുക്കിയ സമയത്ത് ആ 12 ശിഷ്യന്മാർ മാത്രമല്ലായിരുന്നു അവിടെ ഉള്ളായിരുന്നത്. അവിടെ പൗലോസിനെയും കർത്താവ് കണ്ടു എന്ന കാര്യം പൗലോസ് ഗ്രഹിച്ചിത് എഴുതുക. उस 11वें अध्याय कुरिन्थियों की पहली पत्री उसके 24वें पद में हम इस प्रकार पढ़ते हैं, और धन्यवाद करके उसने तोड़ी और कहा, ये मेरी देह है, तू जो मेरे लिए मेरे स्मरण के लिए ये किया करो। इन बातों को जब पौलुस सुनता है और लिखता है, वो स्वीकार करता है कि ये मेरे लिए व्यक्तिगत तौर पर परमेश्वर के शब्द हैं और उसने मेरे लिए इस कार्य को किया। ഓരോ കർത്തൃമേശ കഴിയുമ്പോഴും സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യം, കർത്താവ് അന്ന് ചെയ്തപ്പോൾ കർത്താവിന്റെ മനസ്സുകളിൽ നമ്മൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ മുറിക്കുമ്പോൾ നമ്മൾ ആ കാര്യം ഓർക്കുന്നത്. हर एक बार जब हम इस मेज से सहभागी होते हैं, हम इस बात को समझना जरूरी है, परमेश्वर के हृदय में हम सब प्रत्येक तौर पर हर एक जन थे जब इस विषय को परमेश्वर हमारे लिए संपूर्ण कर रहा था। ഞാൻ പറഞ്ഞു വന്നത്, പാപങ്ങളെ ദൈവം ഡീൽ ചെയ്യുമ്പോൾ നമ്മളിൽ ഒരു പാപം വന്നെന്ന് വെച്ചു, परमेश्वर जब पापों के साथ व्यवहार करता है, हमें अगर किसी पाप का स्वभाव है, അന്നേരം തന്നെ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ പോയി. और तभी हम परमेश्वर जो संबंध है वो वहां पर विभाजित हो जाता है। ആ സിറ്റുവേഷൻ, ആ സാഹചര്യം മുതലെടുക്കാൻ സാത്താൻ നമ്മളോട് പറയുകയാണ്, നിനക്കിനി ദൈവത്തിന് മുൻപാകെ ഒരു നിൽപ്പുമില്ല, കാരണം നീ ഇപ്പോഴും പാപം ചെയ്തുകൊണ്ടിരിക്കുക. और तब शैतान हमसे कहता है कि तुझे अब परमेश्वर के साथ कोई संबंध नहीं, क्योंकि तू अभी भी पाप कर रहा है। കാരണം പാപം ചെയ്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവ കൂട്ടായ്മ നഷ്ടപ്പെട്ടപ്പോൾ നമ്മളോട് ഇടപെടാൻ ആത്മാവിന്റെ ഒരു ശുശ്രൂഷ ഇല്ലാത്തത് കൊണ്ട് പെട്ടെന്ന് സാത്താൻ ആ അവസരം മുതലാക്കിക്കൊണ്ട് നമ്മളോട് സംസാരിക്കുകയാണ്. ഇതേ സമയത്ത് ഒരു വിശ്വാസി എന്ന നിലയിൽ ക്രൂശിൽ മാത്രമേ അവനൊരു പ്രത്യാശയുള്ളൂ എന്നുള്ളൊരു കാര്യം അവൻ മനസ്സിലാക്കണം. जब भी कोई विश्वासी पाप करता है तो शैतान विशेष तौर पर उससे कहता है कि अब तुझे परमेश्वर के साथ संबंध नहीं, क्योंकि तू पाप कर रहा है। और उसी समय इसको विश्वासी को ध्यान रखना है, क्रूस में ही केवल हमारा आश्रय है, क्योंकि परमेश्वर ने मेरे लिए व्यक्तिगत तौर पर मेरे पाप के लिए ये कार्य किया है। ഞാൻ ഓർക്കായിരുന്നു, മലയാളം ട്രാൻസ്ലേഷന് അത്ര ഭംഗിയായിട്ട് അത് വന്നിട്ടില്ല. 130 സങ്കീർത്തനം 5-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം വായിക്കുന്നു, അവനെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവന്റെ പക്കൽ പാപത്തിന്റെ ക്ഷമയുണ്ട്. 130 അങ്ങനെയല്ല മലയാളത്തിൽ വന്നേക്കുന്നത്. 130 भजन संहिता അതിന്റെ 5-ാം വാക്യം, उसका 5वां पद हम पढ़ेंगे। 130:4. परंतु तू क्षमा करने वाला है जिससे तेरा भय माना जाए। അപ്പം അവനെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവന്റെ പക്കൽ പാപക്ഷമ. അപ്പം പാപം ക്ഷമ കിട്ടിയ എനിക്ക് പിന്നെ എന്തിനാ ദൈവത്തിന്റെ ഭയം? तो मुझे जो पाप की क्षमा मिल चुकी है, फिर मैं परमेश्वर का भय क्यों मानूं? അപ്പം പാപക്ഷമ കിട്ടിയ വ്യക്തിക്ക് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുകയാണ്, എന്നോട് ദൈവം ക്ഷമിക്കരുതായിരുന്നു, കാരണം അത്ര വലിയ പാപിയാ ഞാൻ. എന്നാൽ ദൈവം ക്ഷമിച്ചപ്പോൾ എനിക്ക് ദൈവത്തിന്റെ ഭയം, ദൈവം എന്നോട് ക്ഷമിക്കരുതായിരുന്നു എന്നാൽ ദൈവം ക്ഷമിച്ചു എന്ന കാര്യം എൻ്റെ ഉള്ളങ്ങൾ ഗ്രഹിക്കുമ്പോൾ ആ ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തിക്കൊണ്ട് വാഴ്ത്തുകയാണ് ആ സമയത്ത്. मैं उस क्षमा के योग्य नहीं था, लेकिन परमेश्वर ने मुझे क्षमा किया, और इसीलिए मैं उस परमेश्वर के भय से मेरा हृदय भर जाता है, क्योंकि मेरी योग्यता नहीं थी क्षमा करने लायक, लेकिन परमेश्वर ने उस अवस्था में मुझे क्षमा कर दिया। उस बोध के साथ मैं रहता हूं। കർത്താവിന്റെ രക്തം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്തു അതിനെ ഡീൽ ചെയ്യുന്നത്. परमेश्वर का जो खून है, रक्त है, जो हमने किया उस विषय के संबंध में कार्य करता है। എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ക്രൂശിന്റെ മരണവും അടക്ക പുനരുത്ഥാനവും നമ്മൾ എന്തായിരിക്കുന്നു, നമ്മുടെ നേച്ചർ, പാപി എന്ന നേച്ചറിനെയാണ് ഡീൽ ചെയ്യുന്നത്. परमेश्वर की जो मृत्यु है, उसका जो पुनरुत्थान है, ये सब कुछ परमेश्वर हमारे उस पाप की जो स्वभाव है उससे वर्ताव करता है। അപ്പം ആ രക്തം, കർത്താവ് യേശുക്രിസ്തുവിന്റെ രക്തം എന്റെ പാപങ്ങളെ പോക്കുന്നുവെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ ജീവൻ പാപം ചെയ്യാനുള്ള ശേഷിയെ എന്നെ നഷ്ടപ്പെടുത്തുന്നു. परमेश्वर का जो रक्त है, खून है, मेरे पाप से जब मुझे छुटकारा देता है, उसी समय उसका जो जीवन है वो मुझे पाप ना करने के लिए उससे बचाव करता है। അപ്പം ഈ കാര്യങ്ങൾ നമ്മുടെ ഉള്ളങ്ങൾ എത്രമാത്രം ഗ്രഹിച്ചു എന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാപം പിന്നെ ഒരു വിഷയമാകുന്നില്ല സഹോദരങ്ങളെ.
इन सब बातों को हमारा हृदय कितना तक समझ पाता है और हम कितना तक इसको ग्रहण कर पाते हैं, अगर ऐसा कर पाते हैं तो पाप हमारे जीवन में कोई विषय नहीं लेके आ सकता। എനിക്ക് പാപത്തിന്റെ ക്ഷമ മാത്രം പോരാ, पाप की क्षमा केवल काफी नहीं, എന്നാൽ എന്നിൽ പാപത്തിന്റെ ആ ഫാക്ടറി, അതിനെ ദൈവം നശിപ്പിച്ചു എന്നൊരു തത്വം എന്നിൽ വരുമ്പോഴാണ്. അത് റോമാലേഖന 7-ാം അധ്യായം ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ പൗലോസിന്റെ സ്ട്രഗിൾ എന്താന്ന് വെച്ചാൽ, ഈ മനുഷ്യനിൽ ദൈവത്തിന്റെ ഒരു ജീവൻ വരാത്തതിന്റെ കാരണം ഈ മനുഷ്യനിൽ പാപം വസിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് അവിടെ. पाप की जो क्षमा केवल काफी नहीं, उसकी जो फैक्ट्री है वो परमेश्वर ने समाप्त कर दी। अब पाप का अस्तित्व नहीं रहा। पौलुस रोमियो की पत्री जब लिखता है तो उसका भार यही है, क्यों ये लोग समझ नहीं पाते हैं कि पाप की क्षमा केवल नहीं, उसकी फैक्ट्री का समापन परमेश्वर ने किया है। അപ്പം ഈ രണ്ട് കാര്യങ്ങൾ മാത്രം എൻ്റെ ഉള്ളങ്ങൾ വളരെയധികം സ്പർശിച്ചു പറയാം. കാരണം എപ്പോഴും ക്രൂശിനെ കുറിച്ച് ഞാൻ കാണുമ്പോൾ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ എമിയുമായിട്ട് ആദ്യമായിട്ട് സംസാരിച്ചപ്പോഴും എന്നെ അവളിൽ അട്രാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, ഷീ ടോക്ഡ് അബൌട്ട് ദ ക്രോസ് മോർ ദാൻ മീ. और मैं जब एमी से पहली बार बात किया तो मैं उसकी तरफ आकर्षित भी इसलिए हुआ क्योंकि उसने क्रूस के विषय में ज्यादा मुझसे बात की. കാരണം ക്രൂശിനോട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന ആളുകളാണ് ദൈവത്തിന്റെ സിംഹാസനത്തിൽ, അല്ലെങ്കിൽ താൻ റിവാർഡ് കൊടുക്കാനായിട്ട് വരുമ്പോൾ ഏറ്റവും ശോഭാപരിപൂർണമാകുന്ന, കാരണം ക്രൂശിൽ ദൈവത്തിന്റെ ഗ്ലോറി ഉണ്ടെന്നുള്ള ഒരു കാര്യമാണ് പൗലോസ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ പറയുന്നത്. जो लोग क्रूस के इर्द गिर्द रहते हैं, उसके समीप रहते हैं, वही परमेश्वर के साथ भी रहते हैं और वही परमेश्वर की महिमा को, महत्व को आने वाले समय में देखने पाएंगे. इसीलिए वो विशेष लोग हैं. അതുകൊണ്ട് യൗവനക്കാരോട് എനിക്ക് പറയാനുള്ളത്, और इसीलिए जवानों से, युवा लोगों से मैं ये कहना चाहता हूं, നമ്മുടെ ഉള്ളിലുള്ള തത്വത്തെ നശിപ്പിച്ച ആ ക്രൂശാണ് നമ്മുടെ ഏക പ്രത്യാശ. हमारे अंदर जो पाप का तत्व था उसका जो विनाश किया, जो क्रूश, वो है हमारा एकमात्र आश्रय. ഇതിൽ നമ്മുടെ ഹോപ്പ് വെച്ചാൽ, ഇതിൽ നമ്മുടെ പ്രത്യാശ വെച്ചാൽ, इसमें अगर हम हमारी आशा को धरें, ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല എന്ന് റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. और उस रोमियो के पत्री 5वें पद में हम देखते हैं, उस प्रकार की जो आशा है वो कभी समाप्त नहीं होती. ഞാൻ ഓർക്കായിരുന്നു, ഞാൻ അനേക രക്തസാക്ഷികളുടെ പുസ്തകം വായിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. बहुत सारे मार्टियर्स और जो परमेश्वर के लिए अपनी जान दिए हैं, उन विषय में मैं पढ़ता हूँ. തോമസ് ക്രാമർ എന്ന് പറയുന്നത്, നമുക്കൊക്കെയും BBA സ്റ്റുഡൻസിന് പ്രത്യേകിച്ച് അറിയായിരിക്കും, രക്തസാക്ഷികളുടെ ഇടയിൽ ഒരു വലിയൊരു ആളായിരുന്നു തോമസ് ക്രാമർ. और इस प्रकार के लोगों के बीच में थॉमस क्रामर बहुत ही बड़े एक व्यक्ति थे. കർത്താവിനെ തള്ളിപ്പറയാനുള്ള ഒരു സമയം വന്നപ്പോൾ താൻ അവിടെ സഭാംഗം കൂടുകയും താൻ എഴുതിയതും പറയുന്നതും ഒക്കെയും റീകാൻഡ് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ താൻ അവിടെ വന്ന്, ഞാൻ പറഞ്ഞതും എഴുതിയതും ഒക്കെയും ദൈവദാസന്മാർക്കും എല്ലാം എതിരെയാണെന്നുള്ളൊരു കാര്യത്തിൽ താൻ എഴുതുമ്പോഴും, അത് എഴുതി കഴിഞ്ഞിട്ട് താൻ മടങ്ങിപ്പോകുന്ന വേളയിൽ അവിടെ ഒരു ദൂതനെ, അല്ലെങ്കിൽ അവിടെ ഒരു ദൈവവൃത്തനെ താൻ കാണുകയാണ്. അത് കണ്ടപ്പോൾ തോമസ് ക്രാമർ വീണ്ടും വന്നിട്ട് പറയുകയാണ്, ഞാൻ ഈ എഴുതിയത് നിങ്ങൾ കത്തിക്കുമ്പോൾ ഞാൻ എഴുതിയ ഈ വിരൽ വേണം ആദ്യം നിങ്ങൾ കത്തിക്കാൻ, ബിക്കോസ് ഐ ഹാവ് ഡൺ സംതിങ് ടെറിബിൾ ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ്. उस थॉमस क्रामर इस प्रकार से काफ़ी किताबें उन्होंने लिखी हैं जो उसके खिलाफ, जो लोग थे, लोगों के खिलाफ भी बहुत सारी ऐसी बातें जो मनुष्य जो पढ़ते हैं उनके खिलाफ आ सकते हैं. उन बातों को जब लिखा और उस सभा में जब वो पढ़ रहा था, उन्होंने कहा, मुझे तुम इस वचन को तुम अगर नाश करने से पहले जिस उंगलियों ने इसे लिखा है उसको तुम नाश करो. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണം അത് നമുക്ക് പാപക്ഷമ വരുത്തിയെങ്കിൽ, പാപത്തിൽ നിന്നുള്ള വിടുതൽ നമുക്ക് വരുത്തിയെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ, അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, യേശുവിന്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരങ്ങളിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം എല്ലായ്പ്പോഴും ഞാൻ വഹിക്കുന്നു. और परमेश्वर के उस मृत्यु से हमें पाप का छुटकारा मिला है, लेकिन परमेश्वर के जीवन से हमें उससे भी बड़ी छुटकारा हमारे जीवन में मिला है. हमारे इस शरीर से छुटकारा पाकर स्वर्गीय स्थानों में हम जा सकते हैं. അതുകൊണ്ട് ആത്മീക തത്വമുള്ളവരായി, ക്രിസ്തുവിനെ ധരിക്കുന്നവരായി, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഒരു വ്യക്തിയെ കാണുന്നതല്ല, എന്നാൽ ആ വ്യക്തിയിലൂടെ കർത്താവ് വെളിപ്പെടണമെങ്കിൽ ആ വ്യക്തിയിൽ ക്രൂശിന്റെ തത്വം വെളിപ്പെടും. और इसीलिए आत्मिक तत्व हमारे अंदर आने पाए, हमें जो देखते हैं वो प्रभु यीशु मसीह को हमारे अंदर देखने पाए और उसके द्वारा उसका जीवन हमसे प्रदर्शित होने पाए. इस बातें हमारे जीवन में पूर्ण होने. ലാസ്റ്റ് ഒരു വാക്യം കൂടി മാത്രം വായിച്ചുകൊണ്ട് റോമാലേഖനം 6-ാം അധ്യായം, रोमियो की पत्री 6वां अध्याय,
6:6 उसका छठा पद, रोमियो की पत्री छठा अध्याय छठा पद हम पढ़ेंगे। हम जानते हैं कि हमारा पुराना मनुष्यत्व उसके साथ क्रूस पर चढ़ाया गया ताकि पाप का शरीर व्यर्थ हो जाए और हम आगे को पाप के दासत्व में ना रहें। ആമേൻ. നമ്മൾ ഇത്രയും നേരം ചിന്തിച്ചത് ഈ ഒരു വാക്യത്തിലേക്ക് എത്താനായിരുന്നു. इतनी देर जो हमने मनन किया इस वाक्य तक पहुंचने के लिए था। നമ്മൾ അവിടെ 6-ാം അധ്യായത്തിൽ മുഴുവനും നമ്മൾ വായിച്ചാൽ അവിടെ പാപം മാത്രം, സിൻ 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 എന്ന് അവിടെ പറയുന്നത്. छठा अध्याय पूर्ण रूप से पाप के विषय में हम पढ़ते हैं। അപ്പം 12-ാമത്തെ വാക്യം, 12वां पद, इसलिए पाप तुम्हारे नश्वर शरीर में राज्य ना करे कि तुम उसकी लालसाओं के अधीन रहो। ആമേൻ. പാപം നമ്മുടെ മർത്യ ശരീരത്തിൽ വാഴാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിന്റെ ജീവൻ നമ്മുടെ മർത്യ ശരീരത്തിൽ വെളിപ്പെടണം എന്നാണ് നമ്മൾ 2 കൊരിന്ത്യർ 4:10 നമ്മൾ വായിച്ചത്. पाप का जो स्वभाव वो हमारे अंदर राज्य ना करे, इसलिए परमेश्वर का जो स्वभाव है, जो जीवन है, वो हमारे शरीरों में राज करना, जीवित रहना जरूरी है। ഈ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ഒരു ചെറിയൊരു വശം മാത്രമാണ് ഞാൻ പറഞ്ഞത്. परमेश्वर ने जो हमारे लिए मृत्यु सही, उसका केवल एक भाग मैंने थोड़ा प्रकट किया है। അതുകൊണ്ട് ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ഒരു ദേവദാസി, കണ്ണ് കാണത്തില്ല തനിക്ക്. फैनी क्रॉस्बी नाम की जो परमेश्वर की दासिनी थी, वो आंख नहीं देख पाती थी। ആ സഹോദരിയോട് ചോദിച്ചു, നിനക്ക് ഈ ലോകത്തിൽ കണ്ണ് കാണണ്ടേ? ഒന്നും ശസ്ത്രക്രിയയിലൂടെ ഒന്നും കാണണ്ടേ? കാഴ്ച ലഭിക്കണ്ടേ? उससे इस प्रकार लोगों ने पूछा कि तुम किसी सर्जरी के द्वारा अपनी आंखों की रोशनी दोबारा नहीं चाहते हो क्या? ഫാനി ക്രോസ്ബി പറയുന്നത് കാര്യമാണ് എന്നെ വളരെയധികം വീണ്ടും വീണ്ടും ചിന്തിപ്പിച്ചത്. ഫാനി ക്രോസ്ബി പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് തുറക്കുമ്പോൾ എനിക്ക് ആദ്യം കാണേണ്ടത് എൻ്റെ കർത്താവിനെ ആയിരിക്കണം. और फैनी क्रॉस्बी के जो शब्द थे वो मुझे बहुत मेरे मन में कार्य किया। उन्होंने इस प्रकार कहा, मैं जब पहली बार अपनी आंखों को खोलूं तो मैं अपने परमेश्वर को देखना चाहता हूं। അതുകൊണ്ട് നമ്മൾ എഫെസ്യ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നമ്മുടെ ഉൾക്കണ്ണുകൾ പ്രകാശിപ്പിച്ചിട്ട്. इसीलिए हम इफिसियों की पत्री 1 अध्याय 17 पद में पढ़ते हैं, हमारे अंदरूनी जो आंखें हैं उसको हम प्रकाशित करें। അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനത്തെ പാട്ടുകൾ, അറ്റ് ദ ക്രോസ് വെയർ ഐ ഫസ്റ്റ് സോ ദ ലൈറ്റ്, അങ്ങനത്തെ മനോഹരമായ പാട്ടുകൾ രചിക്കാൻ ദേവദാസന്മാർക്ക് കഴിഞ്ഞത്. और इसी प्रकार परमेश्वर के दासगण उस क्रूस पर पहली बार मैंने प्रकाशन देखा, इस प्रकार के बहुत ही अद्भुत गाने उन्होंने लिखे। ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കും. आमीन। परमेश्वर के नाम की महिमा।